റോഡ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ച കൂരിയാട് പാലത്തിൻ്റെ ആ മനോഹരമായ കാഴ്ച നോക്കി നിങ്ങൾ, അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജ് പണികളെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിരുന്നു, അന്ന് ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഡിവൈഡറിൻ്റെ വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് അതിനുള്ള പെയിൻറ്റും വർക്കുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള പെയിൻറ്റ് വർക്കുകൾ, അതുപോലെ തന്നെ ട്രാക്ക് ഇട്ട് പോയ ഇരുവശവും 6 വരിക്ക് ഇരുവശവും ട്രാക്ക് ഇട്ട് പോയ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും എല്ലാം കഴിഞ്ഞു. കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കക്കാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു കാഴ്ച മാത്രമാണ് ഇനി കാണാനുള്ളത്. അപ്പോൾ ഉടൻ മണിക്കൂറുകളൊക്കെ വാഹനങ്ങൾ ഇനി കടന്നു പോകും. ആ ഒരു വീഡിയോകളൊക്കെ ആയിരിക്കും നമ്മൾ കാണിക്കുക. ഏതായാലും കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് കരിമ്പിൽ വരെയുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച ശേഷമുള്ള ഏറ്റവും പുതിയൊരു വീഡിയോ നിങ്ങൾ കാണാം. അങ്ങനെതാ കുളപ്പുറം ഓവർപാസാണ് കാണുന്നത്. ഇരുമ്പ് ചോല കഴിഞ്ഞ് കുളപ്പുറം ഈ ഓവർപാസത്തിന് മുമ്പായിട്ടാണ് കൂരിയാട് പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ മെയിൻ റോഡിൽ ക്ലോസ് ചെയ്ത് സർവീസ് റോഡ് കടന്നു പോകുന്നത്. ഇനി ഇത് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. കാരണം കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ അത് തുറന്നു കൊടുക്കും. അതോടുകൂടി 6 വരിപ്പാത 3 ലൈൻ ഈ ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുളപ്പുറത്തും കൂരിയാടുള്ള ബ്ലോക്കുകൾക്കൊക്കെ പരിഹാരങ്ങളാവും. നമുക്കറിയാം, കുളപ്പുറം ഓവർപാസിനുണ്ട് കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വർക്ക് ഈടായിട്ടാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. കൂരിയാട് പാലത്തിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതോടുകൂടി തന്നെ കുളപ്പുറം ആ ഒരു ബ്ലോക്ക് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കുകളൊക്കെ വളരെ കുറഞ്ഞു. ഇനിതാ 3 ലൈൻ ഭാഗം നമ്മുടെ ഓവർപാസിന് നേരെ താഴെ ലെഫ്റ്റ് ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി വളരെ സുഖകരമായിട്ട് കക്കാടി ടു കുളപ്പുറം ഓവർപാസിന് അടിപ്പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മളിപ്പോൾ കോരിയാട്ടേക്ക് പോയി കൊടുക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡ് 3 ലൈനിൻ്റെ ഭാഗം, ലെഫ്റ്റ് സൈഡ് 3 ലൈനിൻ്റെ ഭാഗത്തായിരുന്നു കൂരിയാട് പാലത്തിൻ്റെ ഗർഡറുകളുടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നിരുന്നത്. അത് കുളപ്പുറം ഓവർപാസിൻ്റെ അവിടുന്ന് കൂരിയാട് പാടം വരെ ആദ്യം റോഡിൻ്റെ 3 ലൈൻ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നീടാണല്ലോ നമ്മളെ റോഡ് തകർന്ന് താഴ്ന്നു പോയത്. അതിനുശേഷം ഈ ഏരിയയിൽ ക്ലോസ് ചെയ്തിട്ട് ഇവിടെയായിരുന്നു ഗർഡറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ഒക്കെ നടന്നിരുന്നത്. ഇപ്പോൾ ആ വർക്ക് കഴിഞ്ഞ് പാലത്തിൻ്റെ പണി കഴിഞ്ഞ ശേഷം അതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് രണ്ടാമത് റോഡിനുള്ള ട്രാക്ക് ഇട്ട് അതിൻ്റെ പണികളും കംപ്ലീറ്റ് ചെയ്തൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ കൂരിയാട് പാടത്തേക്ക് കുളപ്പുറം കൂരിയാട് പാടത്തിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗം ഒരു കനാലുണ്ട്. ആ കനാൽ വരെയായിരുന്നു മുന്നേ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ പുതുതായിട്ടുള്ള വയഡക്റ്റ് പാലത്തിൻ്റെ പണികൾ ആരംഭിച്ചത്. ഏതായാലും കുറച്ച് ദിവസങ്ങളെടുത്തു. അതിൻ്റെ പണികൾ വളരെ മനോഹരമായിട്ട് തന്നെ KNRCL അധികൃതർ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂരിയാട് പാടത്ത് കൂരിയാട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇരുവശത്തെ ക്രാഷ് ബാരിയർ, സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ, ട്രാക്ക് ഇട്ട് പോയ വർക്കുകൾ, സർവീസ് റോഡിൻ്റെ ഭാഗം, സർവീസ് റോഡിൻ്റെ കൾവർട്ട് ഡ്രെയിനേജ് വർക്കുകൾ, അതിൻ്റെ ബാരിയറിൻ്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സൂപ്പർ കാഴ്ച. ഇപ്പോൾ നമുക്ക് 2 റോഡിൻ്റെ പണികൾ 2 കളറായിട്ട് കാണുന്നുണ്ടല്ലേ. നോക്കി, ആദ്യം ടാറിങ് കഴിഞ്ഞ ഏരിയ, ഇപ്പോൾ പുതുതായിട്ട് ടാറിങ് വർക്ക് പാലത്തിൻ്റെ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ടാറിങ് കഴിഞ്ഞ ആ സൂപ്പർ കാഴ്ച കണ്ടോ നിങ്ങൾ, അടിപൊളി കേട്ടോ. ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്കുകളും അതിൻ്റെ പെയിൻറ്റും വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ പെയിൻറ്റും വർക്കുകളും ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറഞ്ഞ ഭാഗങ്ങളും അതിൻ്റെ പൂർത്തീകരിക്കേണ്ട. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചയും നമുക്ക് കാണുന്നുണ്ട്. ഏതായാലും നമ്മളൊന്ന് ഡ്രോൺ താഴ്ത്തി ആ ഭാഗത്തെ വർക്കുകളൊരു വീഡിയോ ഒക്കെ ഞാനിതിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കാം. എത്രത്തോളം പണികളുണ്ട് ഈ പാലത്തിൻ്റെ മുകളിലെ ഒരു ഫിനിഷിംഗ് വർക്കിലേക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കണ്ടിട്ട് എല്ലാ പണികളും കഴിഞ്ഞ കാഴ്ച. നിങ്ങൾക്ക് ബാരിയറിൻ്റെ സൈഡിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും ഒക്കെ കഴിഞ്ഞിട്ടോ. അങ്ങോട്ട് 2 വശം ആ സ്കെച്ചൊക്കെ വെച്ച് പെയിൻ്റ് അടിച്ച് അതിൻ്റെ വർക്കുകൾ കുറഞ്ഞ ഏരിയയിലുണ്ട്. അത് കാണാൻ നമുക്കവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും അതിൻ്റെ മെഷീനറീസും എല്ലാം ഇവിടെ കാണാം. അങ്ങനെ ഏകദേശം 99% 6 വരിപ്പാതയുടെ പാലത്തിൻ്റെ അടിഭാഗത്തെ വർക്കുകളും, പില്ലർ, പീർ ക്യാപ്പ്, ഗർഡർ, അതിനുശേഷം കോൺക്രീറ്റ് വർക്കുകൾ, വിറ്റമിൻ സ്പ്രേ, നമ്മുടെ മാസ്റ്റിക് ഇത് വിരിച്ചിട്ടുള്ള അതിൻ്റെ സ്പ്രേ വർക്കുകളും, അങ്ങനെ ടാറിങ് വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത ആ സൂപ്പർ കാഴ്ച. വാഹനങ്ങളൊക്കെ KNRCL വാഹനങ്ങളൊക്കെ റോഡിൽ നിൽക്കുന്ന കാഴ്ചകളും വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ കൂരിയാട് സെൻറ്റർ കഴിഞ്ഞ് കൂരിയാട് അണ്ടർപാസ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഏകദേശം സെൻറ്റർ എന്ന് പറയാം, ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഓരോ ഗർഡർ കഴിഞ്ഞുള്ള ക്യാപ്പുകളുണ്ട്. അത് വെൽഡിങ് ചെയ്ത്
അതിലൊരു ക്യാപ്പിട്ട് പോലുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളും കഴിഞ്ഞ് ഇവിടെ പെയിൻറ്റിങ് വർക്ക് കുറഞ്ഞൊരു ഭാഗം കൂടി ഉണ്ടാവും നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ സൈഡിൽ ഇവിടുന്ന് നോക്കുമ്പോൾ ലെഫ്റ്റ് ഭാഗത്ത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂരിയാട് അണ്ടർപാസ്, കൂരിയാട് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. ഏറ്റവും പുതിയൊരു വർക്കിൻ്റെ കാരണം ഇതാ ഈ ഒരു ഏരിയയിൽ കാണാൻ അതിൻ്റെ വർക്കൊന്ന് ഞാൻ താഴ്ത്തിയിട്ട് ഡ്രോൺ താഴ്ത്തി ഈ ഭാഗത്ത് കാണിക്കാൻ വേണ്ട. 4-5 ആളുകൾ ആ സൈഡിൽ സ്കെച്ച് വെച്ച് വൈറ്റും ബ്ലാക്കും പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരെ അടിഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞ് സർവീസ് റോഡിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇരുവശവും. അതുപോലെ നല്ല ആയാസത്തോടുകൂടി കൂടി വയഡക്റ്റ് ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ പില്ലറിൻ്റെ താഴെ നമ്മൾ വാഹനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റും. ഒരു ക്രോസ്ഡ് ഉണ്ടാവില്ല. കാരണം ആദ്യമൊക്കെ നമുക്കറിയാം ഈ റോഡ് എങ്ങനെയായിരുന്നു, ഈ ഭാഗത്ത് സൈഡിൽ ബ്ലോക്ക് ഉപയോഗിച്ച് ഉയർത്തിയിട്ട് 2 ഭാഗം ക്രോസ് ചെയ്യാൻ അങ്ങോട്ടും കടന്നു പോകുന്ന രീതിയിലല്ലായിരുന്നു. ഇന്നിപ്പോൾ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ പണികൾ പൂർത്തീകരിച്ചോടുകൂടി ആളുകൾക്ക് ഇതാ അടിഭാഗത്തോട് കാണില്ല നിങ്ങൾ പില്ലർ കാണാം അടിയിൽ, അത് ആ വാഹനങ്ങൾ നിർത്താം, ആളുകൾ കണ്ടോട് പാസ് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള ആ ഒരു കൂരിയാടിൻ്റെ മനോഹരമായ പാലത്തിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച ആ ഒരു കാഴ്ച കുളപ്പുറം ഭാഗത്തുനിന്ന് നമ്മുടെ കൂരിയാട് ഭാഗം വരെയുള്ളത് വളരെ ചെറുതാക്കി ഏറ്റവും ദൂരയിൽ നിന്ന് കാണുമ്പോൾ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ ഡ്രോൺ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ട് കണ്ടോക്കി. ഹായ് വാ കറത്തിലെ പെയ്ത് ആ ടാറിംഗ് വർക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാരിയറിൻ്റെ ആ പെയിൻ്റൊക്കെ വർക്ക് കഴിഞ്ഞപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഇനിതാ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഏതാനും നിമിഷം മണിക്കൂറുകൾ, ഒരുപക്ഷെ നാളെ മറ്റന്നാളെ വാഹനങ്ങൾ കടന്നു പോകാം. അത്രക്കും രീതിയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ്, അവിടെയുള്ള ക്ലീനിങ് വർക്കുകൾ മാത്രമുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ റോട്ടിലേക്ക് പിന്നെ നമ്മൾ കിടക്കുകയാണ്. അണ്ടർപാസ് ഇവിടുന്ന് വേങ്ങര ഭാഗത്ത് റൈറ്റ് സൈഡ്, അതുപോലെ തന്നെ പനമ്പുഴ ഭാഗത്തേക്കൂടെ റൈറ്റ് സൈഡ്. അങ്ങനെതാ ഇവിടെ ഇതാ രണ്ടാമത് ട്യൂബുലർ മാർക്കർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇനി വാഹനങ്ങൾ സർവീസ് റോഡിനും അതുപോലെ തന്നെ മെയിൻ റോഡ് കയറാനുള്ള ഭാഗങ്ങളിലൊക്കെ ഇതാ ട്യൂബുലർ മാർക്കിൻ്റെ പുതിയതായിട്ടുള്ള വർക്ക് കഴിഞ്ഞ ആ ഒരു കാഴ്ചയും കാണാം. ഇപ്പോൾ നേരെ റൈറ്റ് സൈഡിൽ വാഹനം കണ്ടില്ല, വാഹന ഗതാഗത കുരുക്കെന്ന് പറഞ്ഞാൽ കൂരിയാട് ഭാഗത്ത് നമുക്കറിയാം ഈ റോഡ് തകർന്നതിന് ശേഷം വളരെയധികം ബ്ലോക്ക്. നമ്മൾ കോഴിക്കോട് മറ്റ് ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് കുളപ്പുറം കഴിഞ്ഞാൽ വളരെ വേഗതമായി കടന്നു പോകാൻ, കാരണം റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ആളുകൾ ബുദ്ധിമുട്ട് പലപ്പോഴും നമുക്കൊക്കെ അറിയുന്നതാണ്. കാരണം ഈ സർവീസ് റോഡാണ് എല്ലാ വാഹനങ്ങളും അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തിരക്കായി. ഇപ്പോൾ കൂരിയാട് പാലമായിട്ടോ, അത് കടലുണ്ടിപ്പുഴ പാലം, ഈ ഒരു പ്രശ്നമുണ്ട്. കടലുണ്ടി പാലത്തിന് നമുക്കറിയാം 2 ലൈനുള്ളും, പുതിയ പാലത്തിന് 3 ലൈനാണ്. അപ്പോൾ സർവീസ് റോഡ് നിങ്ങൾ വാഹനങ്ങൾ കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. സർവീസ് റോഡിൻ്റെ ഭാഗം നോക്കിയാൽ അവിടെ വാഹനം വരേണ്ടില്ലേ, അതുകൊണ്ട് ഈ 2 ലൈനിലേക്ക് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ വാഹനം നിൽക്കുന്ന തന്നെ കാണാൻ പറ്റും. 2 ലൈനിലാണ്, അത് 3 ലൈനിൽ ഇല്ലാത്തതുകൊണ്ട്, പാലം 3 ലൈൻ അല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണുള്ളത്. ആളുകളുടെ ഇനിയുള്ള പ്രശ്നങ്ങളും ആ ഒരു ഇതിലേക്ക് കാരണം അവിടെ 3 ലൈൻ പാലം വേണം എന്നുള്ള ഒരു പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ആളുകളും ഈ ചാനലുകളൊക്കെ അതിനുള്ള വീഡിയോകൾ എടുത്തിരുന്നു. കാരണം കൂരിയാട് പാലത്തിൻ്റെ 2 ലൈനിലൂടെ വാഹനം കടന്നു പോകുള്ള സർവീസ് ഒന്ന് വാഹനങ്ങൾ കയറുമ്പോൾ 2 ലൈൻ കയറുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തട്ടാനുള്ള സാധ്യതകളുണ്ട്, അപകടങ്ങൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ചാനലുകളും എല്ലാത്തിൻ്റെ വീഡിയോകളും അതുപോലെ അത് ജനപ്രതിനിധികളും ഒക്കെ ഇത് കംപ്ലൈൻറ്റും പരാതികളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ നോക്കി കാണാനുള്ള ഒരു ലൈനും കൂടി കൂരിയാട് കടലുണ്ടിപ്പുഴയുടെ പാലം വീതി കൂട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ആ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം കക്കാട് ഓവർപാസിൻ്റെ അടുത്തെത്തിയിട്ടോ. നമുക്കറിയാം കക്കാട് ജംഗ്ഷനിൽ കക്കാട് ഭാഗത്ത് നിന്ന് ചമ്മാട് ഭാഗത്തേക്കാണ് കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഏരിയ. അപ്പോൾ ആ ഭാഗത്തൊരു ഡിവൈഡറിൻ്റെ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു, വീതി കുറച്ചു, വാഹനങ്ങൾക്കൊക്കെ കുറച്ചുകൂടി സൗകര്യത്തിൽ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഞാൻ മൊത്തത്തിൽ റൗണ്ട് നിങ്ങളെ കാണിച്ചു തരാം. കക്കാട് ഓവർപാസ് ഇപ്പോൾ കൂരിയാടിൻ്റെ പണി കഴിഞ്ഞതോടുകൂടി ഇവിടെയൊക്കെ ചുമരിൻ്റെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് ഹോൾസെറ്റ് നെറ്റടിച്ചിട്ടുള്ള സിമൻറ്റ് സ്പ്രേ വർക്കുകൾ ഉണ്ടായിരുന്നു. അത് കക്കാട് ഈ ഏരിയയിലൊക്കെ അത് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് അതിൻ്റെ വർക്കുകളായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഞാൻ അതിൻ്റെ ഒരു ലൈവ് വീഡിയോ തന്നെ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു. ചുമരൊക്കെ നെറ്റ് വെച്ചതിന് ശേഷമുള്ള സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ആ പണികളും കഴിഞ്ഞു. അതുപോലെ അടിയുള്ള ചെറിയ മെയിൻ്റനൻസ് ചെറിയ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂരിയാട് ഇനി ഓപ്പൺ ചെയ്താൽ
റോഡിന് യാതൊരു ബുദ്ധിമുട്ടില്ല, ചുമരിൻ്റെ വർക്കുകളോ ഒന്നുമില്ല, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. CCTV ക്യാമറ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ, കൂരിയാട് ഇതിൻ്റെ പണികൾ കഴിഞ്ഞ് നമ്മൾ കാണിച്ചു. അതുപോലെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ, നെറ്റ് വെച്ചുള്ള വർക്കുകൾ, അതുപോലെ ഈ സെൻറ്ററിൻ്റെ ഡിവൈഡർ, ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, ട്യൂബുലർ മാർക്കിൻ്റെ സെറ്റ് ചെയ്ത വർക്കുകൾ, അതെല്ലാം നമ്മുടെ കൂരിയാട് നിന്ന് പാലം കടന്ന ആ ഏരിയയിലും എല്ലാം കംപ്ലീറ്റ് പുതുതായിട്ട് വെച്ച വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് കരിമ്പിലെത്തുമ്പോൾ ആലഞ്ചോട് ഭാഗത്തും ട്യൂബുലർ മാർക്കിൽ സർവീസ് റോഡിന് കയറുന്നിടത്തും മെയിൻ റോഡിന് സർവീസ് റോഡ് കയറുന്നതും സർവീസ് റോഡ് മെയിൻ റോഡ് കയറുന്നിടത്തൊക്കെ അതിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും കുറച്ചുകൂടി ഉയരത്തിൽ നിന്നും മൊത്തത്തിൽ നിന്ന് കാണിക്കാട്ടോ കേട്ടോക്കി. അപ്പോൾ എല്ലാ ഏരിയയും കാണാം. നമുക്ക് ചമ്മാട് ഭാഗത്തേക്കുള്ള ആ ഏരിയ കാണുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ബിൽഡിങ്ങാണ് ഈ ഇടത് ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടെ ആദ്യം ഇപ്പോഴത്തെ ബിൽഡിങ്ങൊക്കെ നമുക്കറിയാതെ പൊളിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു. പുതിയതായിട്ട് സെറ്റപ്പോടെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഇടത് ഭാഗത്തൊരു പെട്രോൾ പമ്പിനുള്ള ഒരു സൈഡിലൊക്കെ മതിൽ കെട്ടി നമുക്ക് കാണാം. അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇടത് ഭാഗത്ത് വീണ്ടും ഇവിടെ ആദ്യം കക്കാട് GMUP സ്കൂളിൽ നിന്ന ഭാഗമാണ്. ഇതാണ് ആദ്യത്തെ റോഡ്. ഇടത് ഭാഗം നോക്കിയാൽ അങ്ങനെ പോയാൽ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് വെച്ചിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. അതാ ആ ഒരു ഏരിയയിലൂടെ ആയിരുന്നു ആദ്യം വാഹനം കടന്നു പോയത്. ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ പുതിയ റോഡ് സ്ട്രൈറ്റായിട്ട് കരിമ്പലങ്ങാടിക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് പുതിയ റോഡും വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കി നിങ്ങൾ ഇതാ ആദ്യം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മളെ കക്കാട് മദ്രസ ഉണ്ടായിരുന്നത്, കക്കാട് തങ്ങൾപ്പടി ഭാഗം. അത് കഴിഞ്ഞാൽ ചെറുമുക്ക് റോഡിൻ്റെ ഭാഗമാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ ആദ്യത്തെ കേരള ഇംഗ്ലീഷ് മീഡിയം നിന്ന ഭാഗം. ഇപ്പോൾ സ്മാർട്ട് സ്റ്റാർട്ട് അക്കാഡമി കക്കാട് ഇംഗ്ലീഷ് മീഡിയമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആദ്യം മദ്രസയിലായിരുന്നു, മദ്രസ മാറ്റി ഇപ്പോൾ സ്മാർട്ട് സ്റ്റാർട്ട് അക്കാഡമി നമ്മുടെ ആദ്യത്തെ KMS ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റിയ ഏരിയയാണ്. റൈറ്റ് സൈഡ് അങ്ങനെ നമ്മൾ ആലഞ്ചോട് എത്തി. ഇവിടെ നിന്നാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കും വാഹനങ്ങൾ കടന്നു പോകാനുള്ള എൻട്രൻസ് ഇട്ടിട്ടുള്ളത്. ആ ഏരിയയും കടന്ന് നമ്മളിതാ കരിമ്പിൽ അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരിമ്പിൽ അങ്ങാടി അങ്ങാടി കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് കാച്ചടിക്കും കരിമ്പിൽ സെൻട്രൽ ഭാഗത്താണ് അണ്ടർപാസ് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ വാഹനങ്ങളെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഈ ഏരിയയിൽ കൂരിയാടത്തെ പാലത്തിൻ്റെ വർക്ക് മാത്രമായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഇന്നത്തോടെ ആ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കൂരിയാട് ഭാഗത്ത് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചത്. ഇനി വാഹനങ്ങൾക്ക് സുഖകരമായിട്ട് നമ്മുടെ കുളപ്പുറം മുതൽ കക്കാട് തൃശ്ശൂർ ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ കരിമ്പിൽ ജുമാഅത്ത് പള്ളിയുടെയും കരിമ്പിൽ മസ്ജിദിൻ്റെയും കരിമ്പിൽ മദ്രസയുടെയും ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഡ്രോൺ വീഡിയോ വളരെ ദൂരെ നിന്നാകുമ്പോൾ നല്ലൊരു വൈബ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ കാച്ചടിക്കലാണ് വൈൻഡപ്പ് ചെയ്യണത്. അപ്പോൾ തുടക്കം നിങ്ങൾക്ക് കാണാം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാനം മൊത്തത്തിൽ കാണിച്ചതാണ് കുളപ്പുറം മുതൽ കരിമ്പിൽ വരെയുള്ള ആ പണികൾ കഴിഞ്ഞതിന് ശേഷമുള്ള കുളപ്പുറം കാച്ചടി വരെയുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകൾ നേരത്തെ കിട്ടും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് അത് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. കാണാം നമുക്ക് ഇതുപോലൊക്കെയുള്ള റോഡിൻ്റെയും അതുപോലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടും മറ്റു കണ്ടന്റുകളൊക്കെ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ.